शांति। मुझे लगता है कि എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലത്തെ ബാബയുടെ മുരളിയിൽ ഈ വിഷയത്തിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിച്ചിട്ടുണ്ടാകുമെന്ന്. ശരിയല്ലേ? എല്ലാവരും രാവിലത്തെ മുരളി ശ്രദ്ധയോടെ കേട്ടിട്ടുണ്ടാകുമല്ലോ. ആർക്കാണ് തോന്നുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിച്ചുവെന്ന്? പതുക്കെ പതുക്കെയാണ് കൈകൾ ഉയർത്തുന്നത്. എനിക്ക് തോന്നുന്നു മധുബനിൽ ഒന്നിന് പിറകെ ഒന്നായി രണ്ടാമത്, മൂന്നാമത്, നാലാമത് ക്ലാസ്സുകൾ ലഭിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഇത്രയും ചിന്തനം ചെയ്യാൻ സമയം ലഭിക്കുന്നുണ്ടാകില്ല. പക്ഷെ ഇവിടെ ശേഖരണം ചെയ്യുന്നത് പിന്നീട് അവിടെ പോയി സ്വന്തം സ്ഥലത്ത് പോയി നല്ല രീതിയിൽ റിവൈസ് ചെയ്യും, ചിന്തനം ചെയ്യും എന്ന്. പക്ഷേ താങ്കൾ ആലോചിക്കൂ, ഭഗവാൻ ഓരോ മനുഷ്യാത്മാവിനെയും അറിയുന്നു. ഓരോ മനുഷ്യാത്മാവിൻ്റെയും ഇച്ഛ എന്താണ് അതും അറിയുന്നു. പിന്നെ എത്ര ശക്തിയാണുള്ളത് ഈ സർവ ഇച്ഛകളെയും പൂർത്തീകരിച്ചു തന്ന് നമ്മെ തീർത്തും ഇച്ഛ മാത്രം അവിദ്യയാക്കി തരുന്നു. എന്തെന്നാൽ മനുഷ്യാത്മാവിന് ഇച്ഛയുണ്ടാകുന്നു, എനിക്ക് ആരെങ്കിലും കമ്പാനിയൻ വേണം, എനിക്കാരെങ്കിലും കൂട്ട് വേണം. എപ്പോഴെങ്കിലും ഒറ്റപ്പെടൽ അനുഭവപ്പെടുമ്പോൾ പറയാറുണ്ട്, മനുഷ്യൻ സമൂഹ ജീവിയാണ്. പക്ഷേ അതിൻ്റെ ഭാവമാണ്, മനുഷ്യൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. ഒരു കൂട്ടുകെട്ടിലിരിക്കാൻ, സംഘടനയിൽ കഴിയാൻ ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും സന്യാസം ചെയ്ത് ദൂരെ പോയാലും ചെറുപ്പം മുതലേ അന്തിമ ശ്വാസം വരേക്കും മനുഷ്യൻ ആരുടെയെങ്കിലും ആശ്രയം അഥവാ ആരുടെയെങ്കിലും സഹായം എടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ബാബ ഇന്ന് വളരെ മധുരമായ ശക്തിശാലിയായ വാഗ്ദാനം നമുക്കെല്ലാം നൽകി. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനാണ്. ചുവടിൽ എന്നെ ഓർമ്മിക്കൂ. ചുവടിൽ ഞാൻ നിങ്ങൾക്ക് കൂട്ടു നൽകി ഗതി സദ്ഗതി വരേക്കും തീർച്ചയായും എത്തിക്കും. ഇതാണ് ഭഗവാന്റെ നമുക്ക് ഓരോരുത്തരെയും പ്രതിയുള്ള ഗ്യാരണ്ടി. മനുഷ്യർക്കാർക്കും ഗ്യാരണ്ടി നൽകാൻ സാധിക്കുകയില്ല. ഇന്നുണ്ട്, നാളെ അവരെവിടെയാകാം, നമ്മളെവിടെയാകാം, എന്തറിയാം. ആദ്യം കുട്ടികൾ ഇങ്ങനെ പ്രതീക്ഷ വെച്ചിരുന്നു, അച്ഛനമ്മമാർ വയസ്സാകുന്നത് വരെയും കൂടെയുണ്ടാകും. മാതാപിതാക്കളും ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു, മക്കൾ വയസ്സാകുമ്പോൾ ഞങ്ങളെ സേവിക്കും. പക്ഷേ ഇന്നത്തെ കാലത്താണെങ്കിൽ ആർക്കും ആരിലും വിശ്വാസ്യതയില്ല. അകാല മൃത്യുവും ഉണ്ടാകാം. പക്ഷേ അതിനുമപ്പുറം കുട്ടികൾ വിദേശത്ത് പോയാലും മടങ്ങി വരുമോ എന്നെങ്ങനെ അറിയാം? ഇതേ പട്ടണത്തിൽ തന്നെ കഴിയുമ്പോഴും പറഞ്ഞേക്കാം, നിങ്ങൾ വൃദ്ധസദനത്തിലേക്ക് പോകൂ, ഇനി ഞങ്ങൾക്ക് നിങ്ങളെ നോക്കാൻ കഴിയില്ല. ഇങ്ങനെയും ഭാരതത്തിൽ കുറച്ച് സമയമായി ഈ കഥകൾ നടക്കുന്നുണ്ട്. ആദ്യം ഇങ്ങനെയുള്ള കഥകൾ ഉണ്ടായിരുന്നില്ല ഭാരതത്തിൽ. വിദേശത്താണെങ്കിൽ എപ്പോൾ മുതലേ ഉണ്ട്. പക്ഷേ ഭാരതത്തിൽ കുറച്ച് കാലമായി ഇത് നടന്നു വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ലോകത്ത് ഭഗവാൻ നമ്മെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലെ കാര്യം മനസ്സിലാക്കി, മനോവൃത്തികളെ, നമ്മുടെ മനസ്സിലെ ആശകൾ എന്താണ് അറിഞ്ഞുകൊണ്ട് സംഗമയുഗത്തിൽ വന്ന് തീർത്തും സമ്പന്നവും സമ്പൂർണവും ആക്കുന്നതിനായി നമുക്ക് സർവ്വതും നൽകുന്നു. എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, ഒരിക്കൽ അവ്യക്ത ബാബ്ദാദയുടെ സീസൺ നടക്കുമ്പോൾ പലതവണ ബാബ ഈ വിഷയം ഉയർത്തി, വ്യർത്ഥ സങ്കല്പം നടക്കാൻ പാടില്ല. അപ്പോൾ ആ സമയം ബാബ മുരളി നടത്തുമായിരുന്നു. പിന്നെ ഞങ്ങൾ ആ കാര്യങ്ങളിൽ വർക്ക്ഷോപ്പുകൾ ചെയ്യുമായിരുന്നു, ക്ലാസ്സുകൾ നടത്തുമായിരുന്നു. അതായത് വ്യർത്ഥ സങ്കല്പം നടക്കാനുള്ള കാരണം എന്താണ്? സീസണിനൊടുവിൽ അവസാനം ഈ റിസൾട്ട് പുറത്തു വന്നു. വ്യർത്ഥ സങ്കല്പം നടക്കാനുള്ള മുഖ്യ കാരണം ഇതാണ്.
എപ്പോൾ ഞാൻ എൻ്റേതിനെ നാം മനസ്സിലാക്കാതിരിക്കുന്നു. താങ്കൾ നോക്കൂ, എന്തെല്ലാം കാര്യങ്ങൾ ജീവിതത്തിൽ വരുന്നു. പക്ഷേ ഈ 2 കാര്യങ്ങളാൽ വ്യർത്ഥ സങ്കല്പം അനേകം ഇത്രയും വരികയാണ്. ബുദ്ധിയോഗം ഒന്നിനോടൊപ്പം വയ്ക്കാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിലും അത് നമുക്ക് ചെയ്യാനും സാധിക്കുന്നില്ല. ഞാൻ ആര് ആത്മാവെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, നിരാകാരി സ്ഥിതിയിൽ സ്വയം സ്ഥിതി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലോകം തന്നെ മാറുന്നു. പക്ഷേ എപ്പോൾ നാം സ്വയം ദേഹം എന്ന് മനസ്സിലാക്കുന്നു, അതിലൂടെ പിന്നെ എത്ര കാര്യങ്ങളിൽ നാം പോയി കുടുങ്ങുന്നു. മേലെ കീഴെ, ചിലർക്ക് ഞാൻ വളരെ താഴെയാണ്, ചിലർക്ക് ഞാൻ വളരെ മുകളിലാണ്. ഇങ്ങനെയുള്ള ഈ കോംപ്ലക്സുകൾ വരുന്നു. ഇൻഫീരിയോറിറ്റി, സുപ്പീരിയോറിറ്റി. അവർക്ക് കൂടുതലുണ്ട്, എനിക്ക് കുറവാണ്, ഞാനല്ലേ ഏറ്റവും വലുത്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വരുന്നത് ഞാൻ ആര് ഈ കാര്യത്തെ നാം മറക്കുമ്പോഴാണ്. അപ്പോൾ ബാബ ഓരോ മുരളിയിലും ഒരു കാര്യം അവശ്യം അടിവരയിടുന്നുണ്ട്. നിങ്ങൾ സ്വയത്തെ ആത്മാവെന്ന് നിശ്ചയം ചെയ്യൂ. നിങ്ങൾ സ്വന്തം ബുദ്ധിയിൽ ഇത് ഉറപ്പിക്കൂ, ഞാൻ ആത്മാവാണ്, ഞാൻ ശിവബാബയുടെ സന്താനമാണ്. എപ്പോൾ ഈ 2 കാര്യങ്ങൾ, ഞാൻ ആര്, എൻ്റേത് ആര്. ആൾക്കാർ പറയാറുണ്ട്, ശരീരം വെടിയുമ്പോൾ ആത്മാവ് വെറും കൈയോടെയാണ് പോകുന്നത്. ആത്മാവിനാണെങ്കിൽ കയ്യേയില്ല. അപ്പോൾ സത്യമായും ആത്മാവ് എന്താണോ ഇവിടെയുള്ളത്, ഇവിടെ തന്നെ വിട്ടിട്ടാണ് ആത്മാവ് പോകുന്നത്. പക്ഷേ ബാബയുടെ മക്കൾ കാലിയായി പോകുന്നില്ല. ബാബയുടെ മക്കളാണെങ്കിൽ ഇത്രയും നിറഞ്ഞാണ് പോകുന്നത്. ശിവബാബയിൽ നിന്നും എല്ലാ തരത്തിലുമുള്ള ഖജനാക്കൾ തനിക്കുള്ളിൽ നിറച്ചുകൊണ്ട് ആ ശക്തി, ആ സ്നേഹം, ആ സത്യത, ആ പ്രേമം, ആ ശാന്തി കൽപ്പം മുഴുവനും, കൽപ്പത്തിൻ്റെ അന്തിമം വരേക്കും ആ ഖജനാക്കൾ നമുക്കൊപ്പം ഉണ്ടായിരിക്കുന്നു. അന്തിമ ജന്മത്തിലും നാം ശാന്തിയുടെ യാചകരായിരുന്നില്ല. നമുക്കറിയാമായിരുന്നു, കുറച്ച് മണിക്കൂർ, കുറച്ച് സമയം, കുറച്ച് മിനിറ്റെങ്കിലും നാം ഈശ്വരൻ്റെ ഓർമ്മയിൽ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിന് ശാന്തി ലഭിക്കും. അന്തിമ ജന്മം വരേക്കും ഇത് നമുക്കറിയാമായിരുന്നു. നാം ആശ്രയമില്ലാത്തവരായി, അശക്തരായി. പക്ഷേ പരമാത്മാവിൻ്റെ ഓർമ്മയിലൂടെ നമുക്ക് വീണ്ടും ആ ബലം ലഭിക്കും. അപ്പോൾ എന്തെങ്കിലും കണക്കിലൂടെ അവസാന ജന്മം വരേക്കും നമുക്ക് ആ ശേഖരണം ഉണ്ടായിരിക്കുന്നു. താങ്കൾ ചിന്തിക്കൂ, ഇത്രയും സൂക്ഷ്മ കാര്യം ബാബയിൽ നിന്നും ഇപ്പോൾ നാം എടുക്കുന്ന ശക്തി, മുഴുവൻ കൽപ്പത്തിലും ആ ശക്തി നമുക്ക് പ്രയോജനപ്പെടുന്നു. നമുക്ക് ഇങ്ങനെ ഉണ്ടാകുകയില്ല. നാം തീർത്തും വീണു പോയാൽ പിന്നെ എഴുന്നേൽക്കാൻ സാധിക്കില്ല. ഇല്ല, ബാബ നമുക്ക് കൂട്ട് നൽകുമ്പോൾ അവസാനം വരേക്കും നാം സ്വന്തം കാലിൽ ഉയർത്തി നിർത്തുന്നു. പിന്നെ ഈ താങ്കളെല്ലാവരും ചിന്തിക്കൂ, ഈ 2 കാര്യങ്ങളെ നല്ല രീതിയിൽ വെറുതെ മനസ്സിലാക്കുക മാത്രമല്ല, ഈ 2 കാര്യങ്ങളെ നാം എത്രത്തോളം സ്വയം ശ്രദ്ധയോടെ അനുഭവത്തിൽ കൊണ്ടുവരുന്നു, അത്രയും ആ തെറ്റായ ഞാൻ, ദേഹബോധത്തിൻ്റെ ഞാൻ, അത് വിട്ടുപോകും. പിന്നെ ആത്മസ്മൃതിയുടെ സ്ഥിതിയാണ്. ആ സ്ഥിതിയിൽ സഹജമായി പരമാത്മാ ശിവബാബയുടെ ഓർമ്മ നമുക്കൊപ്പം ഉണ്ടായിരിക്കും. ബാബ എൻ്റെ ഒപ്പമുണ്ടെങ്കിൽ മുഴുവൻ ഖജനാക്കളും എൻ്റെ ഒപ്പമുണ്ട്. ഒരു സാധനത്തിൻ്റെയും കുറവില്ല. ബാബ സർവ്വഗുണങ്ങളുടെയും ഭണ്ഡാരം അഥവാ സാഗരം പറയുകയാണ്. ആരെയാണോ ഭക്തർ സർവശക്തിവാൻ എന്ന് വിളിക്കുന്നത്. താങ്കൾ ചിന്തിക്കൂ,
ആ സർവശക്തിവാൻ, അവിടെ യാതൊരു ദുർബലതയുടെയോ കുറവിൻ്റെയോ മാർജിൻ തന്നെ ഇല്ല. അപ്പോൾ ബാബ നമ്മോട് പറയുന്നു, ഈ മുഴുവൻ സമ്പത്തും നിങ്ങളുടേതാണ്. ഇങ്ങനെയുള്ള കാര്യമല്ല, ഒരു ഫിക്സ്ഡ് എമൗണ്ട് അത് വിതരണം ചെയ്യുക എല്ലാ കുട്ടികൾക്കും. നിങ്ങൾക്ക് 10-1, ഇവർക്ക് 4-1, ഇവർക്ക് 5-1 ലഭിക്കും. ഒരിക്കലുമല്ല. ഓരോരുത്തർക്കും എത്ര വേണമോ അത് ബാബയിൽ നിന്നും എടുത്ത് തന്നിൽ നിറച്ച് ഇപ്പോഴും പ്രയോജനം ഉണ്ടാക്കുവാൻ സാധിക്കും. അത് മുഴുവൻ കൽപ്പത്തിലേക്കും തയ്യാറെടുക്കാൻ സാധിക്കും. അപ്പോൾ ബാബ നമുക്ക് വാഗ്ദാനം നൽകുകയാണ്, എന്നെ സ്വന്തം കൂട്ടുകാരനാക്കൂ. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് സ്വന്തമാക്കിക്കൂടാ? വെറും ഒരു കാര്യത്തിൻ്റെ മാത്രം കുറവേ ഉണ്ടാകുന്നുള്ളൂ. ആത്മാ ഇത്രയും ചെറിയ സൂക്ഷ്മാതി സൂക്ഷ്മമായ ബിന്ദു. ആ ചെറിയ ബിന്ദുവിനെ പെട്ടെന്ന് കയ്യിലാക്കാൻ സാധിക്കില്ല. കസ്കസ് കണ്ടിട്ടുണ്ടല്ലോ, പോപ്പി സീഡ്സ്. തീർത്തും കയ്യിലേക്ക് പിടിക്കുവാൻ തന്നെ സാധിക്കില്ല. ഇത്രയും ചെറുതാണ്. ഒന്നൊന്നായി വേറെ വേറെ കയ്യിലേക്ക് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇത് പിന്നെയും സ്ഥൂല വസ്തുവാണ്. അപ്പോൾ ഈ സൂക്ഷ്മ ആത്മാവ് എങ്ങനെ കയ്യിലേക്ക് വരും? പക്ഷേ ബുദ്ധിയുടെ സ്മൃതിയിലൂടെ നമുക്ക് കയ്യിൽ കൊണ്ടുവരാം. അപ്പോൾ ഈ കാര്യത്തിൻ്റെ ഇത്രയും അഭ്യാസം ചെയ്യണം. ഈ കാര്യം ഉറപ്പിക്കണം. ബാബ പറയുന്നുണ്ട്, സ്വാഭാവികമാകണം, നാച്ചുറൽ നേച്ചറായി മാറണം. ഇപ്പോൾ നാച്ചുറൽ നേച്ചർ തെറ്റായതാണ്, ഞാൻ ഇതാണ്. അപ്പോൾ നാം പുരുഷാർത്ഥം ചെയ്യുകയാണ് അതിനെ മാറ്റുന്നതിനായി. രണ്ടാമത്തെ മാർഗമാണ് ഞാൻ ആദ്യം അത് ഓർമ്മിക്കുക, ഞാൻ ആരാണ്. ഇങ്ങനെയല്ല, ഞാൻ ശരീരമാണ്, ഇനി ഓർമ്മിക്കണം ഞാൻ ആത്മാവാണ്. അല്ല, നാം ഇത് തന്നെ ചിന്തിക്കണം, ഞാൻ ആദി സ്വരൂപം, അനാദി സ്വരൂപം, ഞാൻ തന്നെയാണ് ആത്മാ. എങ്ങനെയാണോ വസ്ത്രങ്ങൾ വരി വരിയായി കബോർഡിൽ തൂക്കിയിടുന്നത്, ഇപ്പോഴും നമ്മൾ വെളുത്ത വസ്ത്രമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷേ പല പല നിറങ്ങളിൽ, സിൽക്കിൻ്റെ, ഷിഫോണിൻ്റെ, ഖദറിൻ്റെ, ഇങ്ങനെ പല പല തരത്തിലുള്ള വസ്ത്രങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഞാനിന്ന് ഏത് വസ്ത്രമാണ് ഇട്ടിരിക്കുന്നത്? ഇത്രയും ഡിറ്റാച്ച്ഡായിട്ട് മാറൂ. ഈ 83 ജന്മങ്ങളുടെ എല്ലാ വസ്ത്രങ്ങളും, ഓരോ ശരീരവും താങ്കളുടെ കബോർഡിലെ വസ്ത്രങ്ങളായി വരി വരിയായി നിരയായി കിടക്കുകയാണ്. താങ്കൾ ഒന്നെടുത്തു ഉപേക്ഷിച്ചു, അടുത്തെടുത്തു ഉപേക്ഷിച്ചു. ഇപ്പോൾ അവസാനം ഏതിലെത്തിച്ചേർന്നു? അവസാനത്തിൽ ഇപ്പോൾ ബാബ എന്താണ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്? ആ ആദ്യത്തെ സതോപ്രധാനമായ ഇത്രയും സുന്ദരമായ വസ്ത്രം, ഇനി ഇതിനെ ഓർമ്മിക്കൂ. അതിനു മുമ്പ് ഇപ്പോഴത്തെ ഈ ബ്രാഹ്മണർ ലളിത സാധാരണമായ വേഷത്തിൽ, പക്ഷേ ആ തിളങ്ങുന്ന ഫരിസ്ത വേഷവും നമുക്ക് മുൻപിലുണ്ട്. ഇപ്പോൾ നാം ഈ കലിയുഗീയ വേഷത്തെ എന്തിന് ഓർമ്മിക്കണം? എന്തുകൊണ്ട് ആ തിളങ്ങുന്ന വസ്ത്രത്തെ ഓർമ്മിച്ചുകൂടാ? അതുതന്നെ സദാ ധാരണ ചെയ്തുകൊണ്ട് ഈ അനുഭവം ചെയ്യുമ്പോൾ, ബാബ എനിക്ക് എത്ര സുന്ദരമായ വസ്ത്രമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഭിന്ന ഭിന്ന യുക്തികളിലൂടെ, ഭിന്ന ഭിന്ന തരത്തിലൂടെ ബാബ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് പറഞ്ഞ പോലെ ഭഗവാനെ വിളിക്കുന്നത് പഴയ ലോകത്തേക്ക്, പഴയ ശരീരത്തേക്ക്, പഴയ രാജ്യത്തേക്ക്. അപ്പോൾ എന്ത് ആകർഷണമാണ് ഭഗവാനുള്ളത്? ഭഗവാന് ഒരു ആകർഷണവുമില്ല. പക്ഷേ ഭഗവാന് യാതൊരാവശ്യവുമില്ല. സത്യുഗി ലോകത്തേക്ക് ഭഗവാനെ വിളിക്കുന്നതുമില്ല. ഭഗവാൻ ആരും ക്ഷണം നൽകുന്നുമില്ല, ഇവിടെ വരൂ. പക്ഷേ ബാബ തമാശ പറയുകയാണ്. ബാബയ്ക്ക് തീർത്തും ഈ ലോകത്തിൻ്റെ യാതൊന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ നാം നമ്മുടെ മർജീവ ജന്മത്തെ ഓർമ്മിക്കുമ്പോൾ, ആ ജന്മം എൻ്റേത് വേറെയായിരുന്നു.
ഇത് എൻ്റെ ബ്രാഹ്മണ ജന്മമാണ്, ബ്രാഹ്മൺസോ ഫരിസ്ത. അപ്പോൾ അതിൽ ആ തിളങ്ങുന്ന ആത്മനക്ഷത്രം വസ്ത്രവും തീർത്തും മിന്നും തിളങ്ങുന്ന സുന്ദരമായ പ്രകാശിക്കുന്ന ലൈറ്റിൻ്റെ വസ്ത്രമാണ് ബാബ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോൾ നാം ഈ കാര്യം സ്വയം മനസ്സിലാക്കി സ്വാഭാവിക രീതിയിൽ ആത്മസ്ഥിതിയെ പക്കയാക്കുമ്പോൾ വെറുതെ ഞാൻ ആത്മാവാണ് എന്നല്ല, പക്ഷേ ആരെയെല്ലാം കാണുന്നുവോ അവരുടെ ഇവിടെ നോക്കരുത്, ഇവിടെ നോക്കരുത്, മറ്റെവിടെയുമല്ല, ഇവിടെ തന്നെ നോക്കാം. ഒരു വളരെ നല്ല കുമാരനുണ്ടായിരുന്നു വിദേശത്ത്, ലണ്ടനിൽ. അപ്പോൾ ഒരു ദിവസം ഞാൻ അവനോട് ചോദിച്ചു, നീ ചെറുപ്പം മുതലേ ജ്ഞാനത്തിലുണ്ട്, മാതാപിതാക്കൾ പെട്ടെന്ന് ജ്ഞാനത്തിൽ വന്നവരാണ്. അപ്പോൾ നീ ചെറുപ്പം മുതലേ മധുബനിൽ പോകുന്നുണ്ടല്ലോ, അപ്പോൾ മധുബനിലെ ഏത് കാര്യമാണ് നല്ലതായി തോന്നുന്നത്, വീണ്ടും വീണ്ടും പോകണം എന്ന് തോന്നാനായി? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് 40. അന്ന് 10 വയസ്സായിരുന്നു. പറഞ്ഞു, അന്ന് എനിക്ക് ദാദാ വിശ്വരത്തൻ വളരെ നല്ല ഒരു കാര്യം പറഞ്ഞു തന്നു, ഞാനതൊരിക്കലും മറക്കുകയില്ല. മധുബനിൽ എപ്പോഴെല്ലാം പോകുന്നുവോ ഞാനത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് ഉറപ്പിക്കും. ആ കാര്യം എന്തായിരുന്നു? ദാദാ അവനോട് പറഞ്ഞു, നീ സദാ ഇത് ചിന്തിക്കൂ, ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നത്. ആരെയെല്ലാം നോക്കുന്നുവോ അവരുടെ മുഖത്തെ നോക്കരുത്, അവരുടെ വസ്ത്രത്തെ നോക്കരുത്, പക്ഷേ നീ ഇവിടെ തന്നെ നെറ്റിയിലേക്ക് നോക്കൂ, അത് ആത്മാവാണ്. അപ്പോൾ എത്ര ലളിതമായി തോന്നിയേക്കാം, പക്ഷെ ഞാൻ ആ കാര്യത്തെ ഇത്രയും പക്കയാക്കി. ഈ കാര്യത്തിലൂടെ ആണ് എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷ ഉണ്ടാകുന്നത്. ലണ്ടനിൽ കഴിയുകയാണ്, ചെറുപ്പം മുതലേ ജ്ഞാനത്തിൽ സഞ്ചരിക്കുകയാണ്. എളുപ്പമല്ല, കൂട്ടുകെട്ടുകൾ വേറെയാണ്, യൂണിവേഴ്സിറ്റിയിൽ പോകൂ, പല പല തരത്തിലുള്ള അന്തരീക്ഷമാണ്. പക്ഷേ ഈ കുമാരൻ സ്വന്തം ജീവിതത്തെ തീർത്തും പവിത്രതയുടെ മാർഗത്തിലൂടെ പോയി സ്വയം ശ്രേഷ്ഠ ജീവിതം ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ലളിതമായ കാര്യം സ്വയം ഇവിടെ കാണൂ, അത്രമാത്രം. മറ്റുള്ളവരെയും ഇവിടേക്ക് തന്നെ നോക്കൂ, മറ്റ് സ്ഥാനത്ത് നോക്കാതിരിക്കൂ. അപ്പോൾ ആത്മസ്മൃതിയെ നാം പല പല തരത്തിൽ ചിന്തിക്കുമ്പോൾ, ഓർമ്മിക്കുമ്പോൾ, അനുഭവം ചെയ്യുമ്പോൾ അത് എൻ്റെ സ്വാഭാവിക സ്ഥിതിയായി മാറുന്നു. ഇനി ചിന്തിക്കൂ, ദാദിമാർ ആരെ കാണുമ്പോഴും ഏത് ആധാരത്തിലായിരുന്നു സ്വാഗതം ചെയ്തിരുന്നത്? ദാദിമാർ എണീറ്റ് പുഷ്പങ്ങൾ നൽകുമായിരുന്നില്ല, പക്ഷേ ദാദിമാർ സ്വന്തം സ്വസ്ഥിതിയിൽ ഇരുന്ന് മറ്റുള്ളവരെ നോക്കുമ്പോൾ 1 മിനിറ്റ് സൈലൻസ് മാത്രം. ആ 1 മിനിറ്റ് സൈലൻസിൻ്റെ ദൃഷ്ടിയിലൂടെയുള്ള കൊടുക്കൽ വാങ്ങൽ, അതിലൂടെ തന്നെ അവർക്കൊരു അതുല്യമായ അനുഭവം ലഭിക്കുമായിരുന്നു. പക്ഷേ സേവനം പിന്നീടാണ്. എനിക്ക് ഈ പ്രാപ്തിയുണ്ടോ? എൻ്റെ വ്യർത്ഥ സങ്കല്പം തീർത്തും സമാപ്തം. ഞാൻ എൻ്റെ സ്വമാനത്തിൻ്റെ സ്ഥിതിയിൽ തീർത്തും സ്ഥിതി ചെയ്തുകൊണ്ട് ആർക്കും എൻ്റെ സ്വമാനം എടുത്തു മാറ്റാൻ സാധിക്കില്ല. അത് സ്വന്തം കയ്യിലാണ്, ശക്തമായിരിക്കുന്നു. അപ്പോൾ ആ സ്വമാനത്തിൻ്റെ സ്ഥിതിയിൽ ഇരുന്ന് അപ്പോൾ എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല. ബാബയെ ലഭിച്ചു, എല്ലാം ലഭിച്ചു. പക്ഷെ ബാബ എന്താണ് പറയുന്നത്? നാം ആഗ്രഹങ്ങൾ വയ്ക്കുന്നു. എപ്പോൾ ആത്മസ്മൃതിയുണ്ടോ അപ്പോൾ ബാബയുടെ ഓർമ്മയുമുണ്ട്. ദേഹബോധമുണ്ടോ അപ്പോൾ അനേക വശത്തേക്ക് ബുദ്ധി അലഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്ന് ബാബ പറഞ്ഞതുപോലെ പിന്നെയും നാം മായയ്ക്ക് വാതിൽ തുറന്നു കൊടുക്കുകയാണ് അകത്ത് വരാനായി. ബുദ്ധി പുറത്തു പോയി അനേകരെ ഓർമ്മിച്ചു, അല്ലെങ്കിൽ ഒരാളെങ്കിലും ഒരു ശരീരധാരിയെ ഓർമ്മിച്ചാലും
ബാബ എവിടേക്ക് പോയി? ബാബ എന്നിൽ നിന്നും ദൂരെയായി. പക്ഷേ ആത്മസ്മൃതി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ തിളങ്ങുന്ന വസ്ത്രം ധരിച്ചിരിക്കുകയാണെങ്കിൽ, അപ്പോൾ ബാബ എൻ്റെ കൂടെയാണ്. ബാബ കൂടെയുണ്ടെങ്കിൽ ഒരു പ്രശ്നത്തിനും എന്നെ അലട്ടാൻ കഴിയില്ല. ഭഗവാന്റെ കുടത്തണൽ ഇങ്ങനെയാണ്. ഒരു പ്രശ്നത്തിൻ്റെയും പ്രഭാവത്തിന് വരാൻ കഴിയില്ല. താങ്കൾ ചിന്തിക്കൂ, ഏത് സാധനത്തിൻ്റെ പ്രഭാവമാണ് മറ്റൊന്നിലേക്ക് വരിക? എന്താണോ ശക്തിശാലിയായത് അതിൻ്റെ പ്രഭാവമാണ് ദുർബലമായതിലേക്ക് വരിക. ശരിയല്ലേ? മനുഷ്യരുടെ കാര്യവും അങ്ങനെയല്ലേ? താങ്കളുടെ സ്ഥിതി എങ്ങനെയാകട്ടെ, പക്ഷേ മറ്റുള്ളവരുടേത് ശക്തിശാലിയാണെങ്കിൽ താങ്കൾക്ക് മേൽ പ്രഭാവമുണ്ടാക്കും. പക്ഷേ താങ്കളുടെ സ്ഥിതി ശക്തിശാലിയെങ്കിൽ മറ്റാരുടെയും ശക്തി ഇങ്ങനെയുണ്ടാകില്ല താങ്കൾക്ക് മേൽ പ്രഭാവമുണ്ടാക്കാനായി. അപ്പോൾ ഞാൻ എങ്ങനെയായാലും എനിക്ക് ഒപ്പം ബാബയുണ്ടെങ്കിൽ എൻ്റെ കൂടെ ആരാണ്? സർവശക്തിവാൻ. സർവശക്തിവാൻ്റെ ശക്തി ഞാൻ എൻ്റെ കുടത്തണലായി വെച്ചുവെങ്കിൽ അതിന് മേൽ മറ്റാർക്കും പ്രഭാവമുണ്ടാക്കാൻ സാധിക്കില്ല. ആവേശമുള്ളവരാകട്ടെ, ക്രോധമുള്ളവരാകട്ടെ, അഹങ്കാരമുള്ളവരാകട്ടെ, ലോഭമുള്ളവരാകട്ടെ, അവരുടെ പ്രഭാവം എനിക്ക് മേൽ വരാൻ സാധ്യമല്ല. പക്ഷേ ബാബയുടെ ശക്തിയിലൂടെ ഞാൻ ആദ്യം സുരക്ഷിതമാവുകയുമാണ്. ബാബയുടെ പ്രഭാവം ആ ആത്മാവിലേക്കും കൂടെ എത്തിച്ചേരുകയുമാണ്. താങ്കൾ കേട്ടിട്ടുണ്ടാകുമല്ലോ, ബാബ അലക്കുകല്ലിൽ തല്ലി അലക്കുമായിരുന്നു. പണ്ട് ആബുവിലും 70s വരെ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. മെഷീനെല്ലാം പിന്നീടാണ് വന്നത്. അപ്പോൾ ഞാൻ കണ്ടിരുന്നു സഹോദരന്മാർ ഇങ്ങനെ തല്ലി വസ്ത്രങ്ങൾ അലക്കുമായിരുന്നു. അപ്പോൾ എന്തെല്ലാം അഴുക്കുണ്ടോ പുറത്തേക്ക് ഒഴുകി പോകുമായിരുന്നു. അപ്പോൾ ബാബ ഓരോ തരത്തിലും ഒരിക്കലും ഒരു സേവനം ഇങ്ങനെ പറയുമായിരുന്നില്ല, കുട്ടി നീ ഇങ്ങനെ ചെയ്യൂ. ബാബയുടെ രീതിയായിരുന്നു ചെയ്ത് കാണിക്കുക, ചെയ്ത് പഠിപ്പിക്കുക. അപ്പോൾ ബാബ സ്വയം തന്നെ അലക്കുകല്ലിലിരുന്ന് വസ്ത്രങ്ങൾ വൃത്തിയാക്കുമായിരുന്നു. അപ്പോൾ ഒരു വ്യക്തി അകത്ത് വന്നു. ആ വ്യക്തിക്കുള്ളിൽ തെറ്റായ ഭാവമായിരുന്നു, പക്ഷേ അറിയാമായിരുന്നില്ല. അകത്തേക്ക് വന്നു, ബാബയെ കണ്ടു. ബാബ അയാളെ നോക്കി. ബാബ ആ നാരായണീ ലഹരിയിൽ, ആത്മസ്മൃതിയിൽ ആ ആളെ നോക്കി. അപ്പോൾ അയാൾ തീർത്തും താഴേക്ക് വീണു. ആ സഹോദരൻ പിന്നെ കരയാൻ ആരംഭിച്ചു. എന്തെന്നാൽ അയാളുടെ മനസ്സിൽ തെറ്റായ വിചാരമായിരുന്നു. ആരോ പൈസ കൊടുത്തിരുന്നു, ഈ വ്യക്തിയെ അവസാനിപ്പിക്കൂ. അപ്പോൾ ആ ഭാവനയിലൂടെ വന്നതായിരുന്നു. പക്ഷേ ബാബയെ കണ്ട് ആ ലൈറ്റിനെ കണ്ടപ്പോൾ അയാളുടെ വിവേകം പറഞ്ഞു, നീ തെറ്റായ കാര്യം ചെയ്യരുത്. പിന്നെയാണ് അയാൾ സത്യമായ കാര്യം പറഞ്ഞത്. ബാബ അയാൾക്കൊരു ശിക്ഷയും നൽകിയില്ല, പോലീസിനൊരു റിപ്പോർട്ടും ചെയ്തില്ല. ബാബ ശരി കുട്ടി, ഇപ്പോൾ മനസ്സിലായല്ലോ. പിന്നെ ആ വിവേകത്തോടെ വിടവാങ്ങി പോയി. അപ്പോൾ ബാബയുടെ കൂട്ട് ശിവബാബയുമായാണ് ഉണ്ടായിരുന്നത്. പറയുന്നതിൻ്റെ അർത്ഥമാണ്, ആരിൽ തന്നെ മോശ വിചാരം ഉണ്ടായിക്കോട്ടെ, പക്ഷേ ബാബ സർവശക്തിവാനെ കൂടെ വെച്ച് അയാളുടെ മേലും ഇങ്ങനെയുള്ള പ്രഭാവം ഉണ്ടാക്കി. ആ വ്യക്തിയുടെ മനോവൃത്തിയും ഇങ്ങനെ തീർത്തും പരിവർത്തനപ്പെട്ടു. അപ്പോൾ ബാബ പറയുന്നു, ഒന്നിനെ ഓർമ്മിക്കൂ, അത്രമാത്രം, എങ്കിൽ സർവശക്തികളും പ്രാപ്തമായി തീരും. ആത്മാ പരമാത്മാവിൻ്റെ സംഗമയുഗത്തിലെ ഈ ഒരേയൊരു തവണയുള്ള മിലനം, ഞാൻ എൻ്റേതിൻ്റെ കളി, ഞാൻ ആര്, എൻ്റേതാര്.
ഒരേയൊരു കാര്യം ഓർമ്മിക്കുകയാണെങ്കിൽ എൻ്റേത് അതാണ്. അപ്പോൾ താങ്കൾ ചിന്തിക്കൂ, എത്ര വലിയ പരിധിയില്ലാത്ത ഭാഗ്യത്തിൻ്റെ കാര്യമാണ്. ഭഗവാൻ എൻ്റേതാണ്. ഭഗവാനും പറയുന്നു, അതേ കുട്ടികളെ, എന്നെ സ്വീകരിക്കൂ. ബാബ പറയുന്നു, ബാബയോട് നമ്മൾ പറയുന്നു, അതേ ബാബ, ഞാൻ അങ്ങയുടേതാണ്. അപ്പോൾ ബാബ സ്വീകരിക്കുന്നു, അതേ കുട്ടി, ഞാനും നിൻ്റേതാണ്. അപ്പോൾ എത്ര ശ്രേഷ്ഠ ഭാഗ്യമാണ് നാം എല്ലാവർക്കുമുള്ളത്. സംഗമയുഗം ആയിരിക്കുമ്പോൾ മാത്രം ഈ അവസരം ഉണ്ട്. മറ്റൊരിക്കലും ഈ അവസരം ലഭിക്കുവാൻ പോകുന്നില്ല. ആളുകൾ എന്തെങ്കിലും ലോട്ടറി ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നറിയുമ്പോൾ, ഇപ്പോൾ ലോട്ടറി ലഭിക്കും എന്നാകുമ്പോൾ എത്ര തിരക്കായിരിക്കും. ഇപ്പോൾ നമുക്ക് കോടി ഭാഗ്യശാലി ആത്മാക്കൾക്ക് ലോട്ടറി ലഭിച്ചിരിക്കുകയാണ്. ഭഗവാൻ എൻ്റേതാണ്. അപ്പോൾ എൻ്റേതാണ് ഭഗവാൻ എങ്കിൽ എനിക്ക് മറ്റാരുടെ ആവശ്യമാണുള്ളത്? അപ്പോൾ ഈ ഒരു ലഹരിയിൽ, ഈ ഒരു സ്നേഹത്തിൽ കഴിയൂ. എനിക്ക് ഭഗവാൻ ലഭിച്ചു, എല്ലാം ലഭിച്ചു. ഓം ശാന്തി.